ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 84-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മിന്നൽവള നരിവേട്ട എന്ന മൂവിയിലെ മിന്നൽവള എന്ന് പറയുന്ന സോങ്ങിന്റെ പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഈ ക്ലാസ്സിൽ അതിന്റെ പാർട്ട് 2 അനുപല്ലവിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പാർട്ട് 1 എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒറിജിനൽ സ്കെയിലിലല്ല നമ്മൾ വായിച്ചേക്കുന്നത്. ഒറിജിനൽ സ്കെയില് ജി ഷാർപ്പ് മൈനർ ആണ്. നമ്മൾ ചെയ്യുന്നത് സി മൈനറിനാണ്. പിച്ച് കുറച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പോരായ്മ ഉണ്ടാവും. അപ്പം അത് സ്കെയിൽ മാറ്റി നിങ്ങൾ വായിച്ചാൽ കറക്റ്റ് പിച്ചിൽ ജി ഷാർപ്പ് മൈനറിലേക്ക് മാറ്റുവാണെങ്കിൽ പെർഫെക്റ്റ് പിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2 ലൈൻ വെച്ച് നമുക്ക് ഇതിന്റെ അനുപല്ലവി നോക്കാം. അപ്പൊ ആദ്യത്തെ ഈറൻമൂടി കോരിയെടുത്ത് ആ ഭാഗം ഉണ്ടല്ലോ, വെണ്ണീല ചന്ദനം തൊട്ട് ആ ഭാഗം. അപ്പം അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആദ്യമേ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പം അതിന്റെ നോട്ടെന്ന് പറയുന്നത് സി 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 3 പ്രാവശ്യം സി 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 എ ഷാർപ്പ് സി 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 എ ഷാർപ്പ് സി 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 എ ഷാർപ്പ്. അടുത്തത് ജി എ ഷാർപ്പ് ജി ജി എ ഷാർപ്പ് ജി സി 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 എ ഷാർപ്പ് ജി എ ഷാർപ്പ് ജി. അടുത്തത് എഫ് ഡി ഷാർപ്പ് എഫ് എഫ് ഡി ഷാർപ്പ് എഫ് എഫ് ഡി ഷാർപ്പ് എഫ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി 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 എ ഷാർപ്പ് ജി എ ഷാർപ്പ് ജി എഫ് ഡി ഷാർപ്പ് എഫ്. ആദ്യത്തെ ലൈൻ. ഓക്കെ, രണ്ടാമത്തെ വെണ്ണില ചന്ദനം തൊട്ട്. അപ്പം ആ ഭാഗം എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ജി സി സി എ ഷാർപ്പ് ജി സി സി എ ഷാർപ്പ് ജി സി സി എ ഷാർപ്പ് ജി സി സി എ ഷാർപ്പ്. അടുത്തത് ജി എ ഷാർപ്പ് ജി ജി എ ഷാർപ്പ് ജി. അടുത്തത് എഫ് ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് എഫ് ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്. ചെറിയ നോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ. എഫ് ഡി ഷാർപ്പ് എഫ്. ഓക്കെ, അപ്പൊ ആ 2 വായിക്കുന്നത് ഓക്കെ. ഇനി അത്തിമരച്ചോട്ടിൽ നിന്നാൽ ആ ഭാഗമാണ്, അത്തിമരച്ചോട്ടിൽ എന്നുള്ള ഭാഗമാണ്. അപ്പം അതിന്റെ നോട്ടെന്ന് പറയുന്നത് വാശി കേൾപ്പിക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിന്റെ നോട്ടെന്ന് പറയുന്നത് 4 പ്രാവശ്യം ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് 4 പ്രാവശ്യം ഡി ഷാർപ്പ്. പിന്നെ അടുത്തത് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്. അടുത്തത് ഡി ഷാർപ്പ് ഡി സി ഡി ഷാർപ്പ് ഡി സി ഡി ഷാർപ്പ് ഡി സി ഡി ഷാർപ്പ് ഡി സി. അതായത് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി സി. ഇനി അടുത്തത് ലാസ്റ്റ് അതിന്റെ 4ാമത്തെ വരി എന്ന് പറയുന്നത് സി ഡി ഷാർപ്പ് ഡി സി ഡി ഷാർപ്പ് ഡി. അടുത്തത് എ ഷാർപ്പ് സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി എ ഷാർപ്പ് ഡി സി ഡി ഷാർപ്പ് ഡി എ ഷാർപ്പ് സി. അപ്പം 4 ലൈൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം അത്ര ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത
ഇതുപോലെ തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ നോട്ട് സെയിം ട്യൂൺ വലിയ ഇതില്ല, പക്ഷെ അതിനകത്ത് കുറച്ച് ഏറ്റക്കുറച്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ സെയിം നോട്ടുകളാണ്, അതിന്റെ ചെറിയ നോട്ടുകളുടെ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഭാഗം ആദ്യത്തെ. അപ്പം അടുത്ത 2 ലൈൻ വായിച്ച് ചെയ്യിപ്പിക്കാം. ഇതാണ്. അപ്പം ചെറിയ വ്യത്യാസം. അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് സി 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 എ ഷാർപ്പ്, മുമ്പത്തെ പോലെ തന്നെ ആ ഫസ്റ്റ് ലൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. സി 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 എ ഷാർപ്പ്. അടുത്തത് ജി എ ഷാർപ്പ് ജി എഫ് ഡി ഷാർപ്പ് എഫ്. നിങ്ങൾ പറഞ്ഞുതരാം. സി 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 എ ഷാർപ്പ് ജി എ ഷാർപ്പ് ജി എഫ് ഡി ഷാർപ്പ് എഫ്. ഇനി അടുത്ത ചെറിയ വ്യത്യാസമുണ്ട്. പുളകം കൊണ്ടു എന്ന് പറയുന്ന ആ ഭാഗം. പുളകം കൊണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആദ്യത്തെ മറ്റൊരു ജി ആയിരുന്നു, പക്ഷെ ഇവിടെ ജി വരുന്നില്ല. 3 സി. പുളകം സി 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 സി. അടുത്തത് സി ഏഷ സി ഏഷ സി ഏഷ സി 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 ഏഷ സി 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 ഏഷ. അടുത്തത് ജി എ ഷാർപ്പ് ജി ജി എ ഷാർപ്പ് ജി. അടുത്തത് എഫ് ഡി ഷാർപ്പ് എഫ് എഫ് ഡി ഷാർപ്പ് എഫ് എഫ് ഡി ഷാർപ്പ് എഫ്. അപ്പം ഈ 2 ലൈൻ എങ്ങനെ വായിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇനി വീണ്ടും നമ്മൾ മുമ്പ് കണ്ട പോലെയാണ്, ചെറിയൊരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇതിന്റെ നോട്ടെന്ന് പറയുന്നത് അപ്പം നോട്ടെന്ന് പറയുന്നത് സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്. അടുത്തത് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് എഫ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്. അടുത്ത ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് എഫ്. അടുത്ത ഡി ഷാർപ്പ് ജി ഷാർപ്പ് ഡി ഷാർപ്പ് ജി ഷാർപ്പ് ഡി ഷാർപ്പ് ജി ഷാർപ്പ്. അടുത്തത് എഫ് സോറി ജി എഫ് ജി എഫ് ജി എഫ്. അടുത്തത് എഫ് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ്. അടുത്തത് ഡി സി ഡി സി. അടുത്തത് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്. ഇനി എന്റെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞത് സി ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് എഫ്. അടുത്ത ഡി ഷാർപ്പ് ജി ജി ഷാർപ്പ്. അടുത്ത ജി എഫ് എഫ് ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ് ഡി സി എ ഷാർപ്പ്. ഇനി ലാസ്റ്റിലെ അതിന്റെ നോട്ടെന്ന് പറയുന്നത് സി ഡി ഷാർപ്പ് ഡി സി ഡി ഷാർപ്പ് ഡി എ ഷാർപ്പ് ജി സി എ ഷാർപ്പ് ജി സി. ലാസ്റ്റ് നോട്ടെന്ന് പറയുന്നത് സി ഡി ഷാർപ്പ് ഡി എ ഷാർപ്പ് ജി സി. അപ്പൊ ഈ നോട്ട് വായിക്കേണ്ടത് ഓക്കെ. ഇതാണ് ആ ഭാഗം. ഇനി ഓണങ്ങൾ ആ ഒരു ഭാഗമാണ് സിത്താര പാടുന്ന ഫീമെയിൽ ഭാഗമാണ്, ഫീമെയിൽ പാടുന്ന ഭാഗമാണ് വരുന്നത്. അപ്പം അതിന്റെ നോട്ടാകുമ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ രണ്ട് ലൈൻ വായിച്ച് കേൾപ്പിക്കാം. ആദ്യമേ ഓക്കെ, അതാണ്. അപ്പൊ അതിന്റെ നോട്ടെന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഭാഗം എ ഷാർപ്പ് സി സി ഡി ഷാർപ്പ്, എ ഷാർപ്പ് സി സി ഡി ഷാർപ്പ്, എ ഷാർപ്പ് സി സി ഡി ഷാർപ്പ്. അടുത്തത് ഡി ഷാർപ്പ് എഫ് എഫ് ജി, ഡി ഷാർപ്പ് എഫ് എഫ് ജി, ഡി ഷാർപ്പ് എഫ് എഫ് ജി, ഡി ഷാർപ്പ് എഫ് എഫ് ജി. അടുത്തത് ജി ജി ഷാർപ്പ് ജി എഫ്, ജി ജി ഷാർപ്പ് ജി എഫ്, ജി 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 ഷാർപ്പ് ജി എഫ്. അടുത്തത് എഫ് ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്. ഓക്കെ, അതാണ് ആദ്യത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, അതിന്റെ ആ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് സെയിം ആണ്, എന്നാൽ ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അവസാന ഭാഗത്ത് ഫസ്റ്റ് സെയിം അത് തന്നെ, എ ഷാർപ്പ് സി സി ഡി ഷാർപ്പ്. ഓക്കെ, അടുത്തത് ഡി ഷാർപ്പ് എഫ് എഫ് ജി, ഇവിടെ വരെ കറക്റ്റ് ആണ് രണ്ടാമത്തെ ലൈൻ. ഓക്കെ, ഡി ഷാർപ്പ് എഫ് എഫ് ജി. അടുത്തെന്ന് പറയുന്നത് ജി ജി ഷാർപ്പ് എ ഷാർപ്പ് ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ് എ ഷാർപ്പ് ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ് എ ഷാർപ്പ് ജി ഷാർപ്പ്, ജി എഫ് ജി എഫ്, ജി 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 ഷാർപ്പ് എ ഷാർപ്പ് ജി ഷാർപ്പ്, ജി എഫ് ജി എഫ് ഡി ഷാർപ്പ് എഫ്, ജി എഫ് ഡി ഷാർപ്പ് എഫ്, ജി എഫ് ഡി ഷാർപ്പ് എഫ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി ജി ഷാർപ്പ് എ ഷാർപ്പ് ജി ഷാർപ്പ്, ജി എഫ് ജി എഫ് ഡി ഷാർപ്പ് എഫ്. ഇതാണ് ആ ഫീമെയിലിന്റെ രണ്ട് ലൈൻ. ഓക്കെ, അപ്പൊ അതിന്റെ വായിച്ച് കേൾപ്പിക്കാൻ രണ്ട് ലൈൻ. ഓക്കെ, അതാണ് അതിന്റെ ഭാഗം. ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗം ലാ 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 ലാ. അത് ഫീമെയിലും മെയിലും കൂടെ ഒരുമിച്ച് പാടുന്ന ഭാഗം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലൈൻ. ഓക്കെ, അതിന്റെ ഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുക ആദ്യമേ. ഓക്കെ, ഇതാണ് അതിന്റെ ഭാഗം. ഓക്കെ, അപ്പം അത് വായിക്കേണ്ട നോട്ട് ഞാൻ പറഞ്ഞു തരാം. ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്, ടോപ്പിലാണ് വായിക്കേണ്ടത്. ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്. അടുത്ത് ഡി ഡി, അപ്പം ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ഡി സി. അടുത്തത് സി. അടുത്തത് എ ഷാർപ്പ് ഡി സി, എ ഷാർപ്പ് ഡി സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ഡി സി, എ ഷാർപ്പ് ഡി സി. ഓക്കെ, ഇനി ലാ 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 ലാ, അവിടെ ഒരു ഹമ്മിങ് വരുന്നുണ്ട്. അപ്പം അതിന്റെ നോട്ടെന്ന് പറയുന്നത്, അപ്പം അത് ഡി ഷാർപ്പ് ഡി സി ഡി ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി സി ഡി ഡി ഷാർപ്പ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഷാർപ്പ് ഡി സി ഡി ഷാർപ്പ്
ഡീഷ, ഡി സി ഡി, ഡീഷ. പിന്നെ ലാസ്റ്റ് ഭാഗം വീണ്ടും ഡീഷ, എഫ് എഫ്. ലാസ്റ്റ് ഭാഗമാണ് ഡീഷ, എഫ് ഡി സി, ഡീഷ, സോറി ഏഷ, ഡി സി. അതായത് ഇതിന്റെ ആ ഇടയ്ക്കത്തെ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അപ്പം ആ ഒരു ലിങ്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അതായത് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഇത് സെയിം, ഇത് കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, വീണ്ടും ആ ലിങ്ക് കഴിഞ്ഞാൽ വീണ്ടും രണ്ടും സെയിം നോട്ട്സ് ആണ്, ആ ലിങ്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു അനുപല്ലവി ഞാൻ ഫുള്ള് വായിച്ച് കേൾപ്പിക്കാം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വായിക്കുക. ഓക്കെ. ഇത് കഴിയുമ്പോൾ വീണ്ടും മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകി, ആ ഭാഗം തന്നെയാണ് വായിക്കേണ്ടത്. അപ്പം ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് നൽകുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുക. അവർക്ക് കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാൻ നിങ്ങൾ വലിയൊരു അവസരമായിരിക്കും നൽകുന്നത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് കീബോർഡ് ക്ലാസ് ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.